അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ മുസ്ലിം ലീഗിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് നേർക്ക് ലീഗിനെതിരെ കൂടി ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് നേർക്ക് ഒരു വിരൽ ഉയർത്തുമ്പോൾ ബാക്കി വിരലുകൾ നിങ്ങളുടെ നേരേക്ക് തന്നെയാണ് വരുന്നത് എന്ന മറുപടിയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെക്കുറിച്ച് ലീഗിന് എന്താണ് പറയാനുള്ളത്? സ്മൃതി, ഇപ്പോൾ ഈ നാട്ടിലെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത് ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് UDF ഒക്കെ ബോധപൂർവം പോകുന്നു എന്ന നിലക്കാണ് പറയുന്നത്. ഞാൻ അതിന് മറുപടി പറയാം. ഈ ചർച്ച ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. പിണറായി വിജയൻ കണ്ണടച്ചാൽ പിണറായി വിജയന് മാത്രമേ ഇരുട്ടാവുള്ളൂ. എന്തിനാണ് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് PM ശ്രീ പദ്ധതിയിൽ കേരളത്തെ ഒറ്റുകൊടുത്ത യഥാർത്ഥ ഒറ്റുകാരൻ്റെ പേര് നിഗൂഢമായൊരു ചിരിയോടെ വേട്ടക്കാരൻ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞു വെച്ചത്. യഥാർത്ഥ മുന്നേ ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിനു മുൻപുള്ള ഒരു ഒറ്റുകാരൻ യൂദാസ് ആയിരുന്നു. യൂദാസ് 30 വെള്ളിക്കാശിന്, ഇവർ 500 കോടി രൂപയ്ക്ക്. പക്ഷെ യൂദാസ് മാന്യനായിരുന്നു. മൂപ്പർക്ക് ആ പണം വാങ്ങി യേശുവിന് ഒറ്റുകൊടുത്തപ്പോൾ കുറ്റബോധം തോന്നി സ്വയം തൂങ്ങി മരിച്ചു എന്നാണ്. ഇവരൊരു കുറ്റബോധമില്ലാതെ പിന്നെയും പിന്നെയും ഈ നുണകൾ ആവർത്തിച്ച് ഈ ചർച്ചയെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് ഒരു വിരൽ ഞങ്ങൾക്ക് നേരെ ചൂണ്ടിയാൽ 4 വിരൽ ഇപ്പോൾ സ്മൃതി 96-ലെ 2016-ലെ ഒക്കെ പത്രക്കട്ടിങ്ങൾ ഇനി എത്ര വായിച്ച് കേൾപ്പിച്ചാലും ഇവർക്കത് ഓർമ്മ വരാനേ പോകുന്നില്ല. ഇവർക്കിടെ വായിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നല്ല വാക്ക് വീഴണമെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നതിലാണ്. എൻ്റെ ഒരു ഒറ്റ ചോദ്യം, 4 MP-മാരാണ് സ്മൃതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റിൽ 2024 തെരഞ്ഞെടുത്ത് ചുമതലയേറ്റ ലോക്സഭയിൽ CPM-നുള്ളത് 4 MP-മാരാണ്. ഒരാൾ കേരളത്തിൽ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്ന് 2 പേർ. എൻ്റെ ചോദ്യം, അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടില്ലേ? രാജസ്ഥാനിലെ സിക്കറിൽ നിന്ന് വിജയിച്ച അമ്രാറാൻ, അവിടെ നൂറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ അവരുടെ ഓഫീസിൽ പോയി കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. വോട്ട് കിട്ടി, വിജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനത്തിന് അവിടേക്ക് വീണ്ടും പോയി. ഇതിൻ്റെയൊക്കെ ഫോട്ടോയുണ്ട്, ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളുണ്ട്. എൻ്റെ ഒറ്റ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഇത്ര മോശപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് എടുക്കേണ്ട തീരുമാനം, ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങി വിജയിച്ച ഞങ്ങളുടെ ആ 3 MP-മാരെ പിൻവലിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒരൊറ്റ MP മതി, പറയാൻ ഇവർ തയ്യാറാവുമോ? ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് സ്മൃതി. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കും. തമിഴ്നാട്ടിൻ്റെ ഒരു സാഹചര്യം ഞാൻ ഇപ്പോഴേ പറയാം. അവിടെ DMK, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഒക്കെ ഒറ്റ മുന്നണിയായി മഹാസഖ്യമായി പ്രവർത്തിക്കുകയാണ്. അവിടെ 2024 ഈ വെൽഫെയർ പാർട്ടി നമ്മളെ പിന്തുണച്ചേക്കാം. സഖാവ് അരുൺകുമാർ, ഞങ്ങൾ ഇപ്പോഴേ പറയുന്നു, അവിടെ BJP-യെ തോൽപ്പിക്കാൻ DMK ആ മുന്നണിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചാൽ ആ മുന്നണിയിൽ അംഗമായ മുസ്ലിം ലീഗ് ആ പിന്തുണ 2026 സ്വീകരിക്കും. നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പോലും ഇപ്പൊ മലയാളിയാണല്ലോ. ഒരു വാചകം ഒന്നും ഇപ്പൊ പറഞ്ഞേ, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്താൽ ഞങ്ങൾ സ്വീകരിക്കില്ല, ഇവർ വർഗീയവാദികളാണെന്ന് ഇപ്പോ പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ? ഈ ഇരട്ടത്താപ്പൊന്നും ചെലവാവില്ല. ഇവിടെ എത്രയോ ചിത്രങ്ങളാണ്. പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ള എത്ര കാര്യങ്ങൾ. ഈ ചരിത്രമൊക്കെ 85 വരെ മൂപ്പര് ചരിത്രം പറയൂ. പിന്നെ ഇങ്ങോട്ട് ഞാൻ പറയാൻ ചരിത്രം. 2006-ൽ ഇവർ മുന്നണി അടിസ്ഥാനത്തിൽ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി, അന്ന് വെൽഫെയർ പാർട്ടി ഇല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇവർ സ്വീകരിച്ചു. അബ്ദുറഹ്മാന്റെ പേര് സ്മൃതി വായിച്ചല്ലോ. ആരാ അബ്ദുറഹ്മാൻ? ഇവര് അവരുടെ ചാനലിന്റെ, അവരുടെ മീഡിയയുടെ ചുമതലക്കാരനാണ്, അവരുടെ ഏറ്റവും വലിയ സൈദ്ധാന്തികനാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്ന, അവരുടെ ആശയം പ്രചരിപ്പിക്കുന്ന ഒട്ടുമുക്കാൽ പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത് ഈ പറയുന്ന അബ്ദുറഹ്മാനാണ്. അടുത്ത നുണ AKG സെന്ററിൽ അല്ല സഖാവേ, ചർച്ച AKG സെന്ററിലല്ല, ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് പങ്കെടുത്തത്. അന്നത്തെ അമീറും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇവരുടെ വേറൊരു ഗ്രന്ഥകർത്താവാണ്. വോട്ട് ചോദിക്കാനാണ് പിണറായി പോയത്. വോട്ട് വാങ്ങിയിട്ടുണ്ട്, പകരം കൊടുത്താണ് നിങ്ങൾ ഈ സ്ഥാനമാനങ്ങൾ. തീർന്നില്ല. 2011-ൽ കേരളത്തിലെ 124 മണ്ഡലങ്ങളിൽ നിങ്ങൾ പിന്തുണ സ്വീകരിച്ചു. 2009-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്തുണ സ്വീകരിച്ചു. ഈ കേരളത്തിന്റെ അതിർത്തി അങ്ങോട്ട് വിട്ടാൽ രാജ്യത്തെല്ലായിടത്തും നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷവും നിങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഇത് പറയുന്നത് ഒരു നിലക്കും അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ചർച്ച തിരിഞ്ഞു പോകരുത്. നിങ്ങൾ BJP-യുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കൂട്ടുകച്ചവടം ഉണ്ടല്ലോ, ആ കൂട്ടുകച്ചവടം വെളിവായതിന്റെ ജാള്യതയാണ് ഇന്ന് മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമി തല്ലി തീർക്കുന്നതെങ്കിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. ഇനി ലീഗിന്റെ നിലപാട് പറഞ്ഞേക്കാം. ഞങ്ങൾ സാദിഖലി തങ്ങൾ മുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ കൃത്യമായി പറഞ്ഞു, വെൽഫെയർ പാർട്ടി UDF-ൽ ഇല്ല. അത് സ്മൃതിക്കും ബോധ്യമാണല്ലോ. പ്രാദേശിക ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പല ഭാഗത്തും UDF-ന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടോ? ഇല്ലാന്ന് ഉറപ്പിക്കാമോ? പ്രാദേശികമായ നീക്കുകൾ ഞങ്ങൾ തുറന്ന് സമ്മതിക്കാണല്ലോ. എന്താ പ്രശ്നം?
ഞങ്ങൾക്കതിൽ പ്രശ്നമില്ലല്ലോ. പ്രാദേശികമായ നീക്കുപോക്കുകളുണ്ട്. എൻ്റെ ഒരു വാചകം കൂടി കേട്ടോ. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ് സ്മൃതി. മറ്റന്നാൾ ഞങ്ങൾ വോട്ട് ചെയ്യും. തെക്കൻ കേരളത്തിൽ എല്ലായിടത്തും പ്രചരണത്തിന് പോയ ആളാണ്. പലയിടത്തും ഈ തെരഞ്ഞെടുപ്പിൽ പോലും പ്രാദേശികമായ CPM ഘടകങ്ങൾ പിന്നെ വെൽഫെയർ പാർട്ടിയോട് വോട്ട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ വോട്ട് വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വോട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സന്ദർഭങ്ങളിലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രാദേശികമായി ഇവരുടെ പാർട്ടി ഘടകങ്ങൾ അത്തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷവും ആ ഡീല് നടക്കുന്നുണ്ട്. ഇന്നും നാളെ കൊണ്ട് അത് മുറുകും. ഇനിയും വാങ്ങും സ്മൃതി. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഒരു കാർഡാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് അങ്ങോട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ഭൂരിപക്ഷ സമുദായമാകെ കൂടെ നിൽക്കും. ഈ ശബരിമലയിലെ സ്വർണം കെട്ടതൊക്കെ ആളുകൾ മറക്കും എന്ന് വിചാരിച്ചിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. ഇനി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഒരു മൂടി വെക്കാൻ ശ്രമിക്കുകയാണല്ലോ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്മൃതിക്ക് ഓർമ്മയില്ലേ, ഞങ്ങൾ RSSുമായി കൂടിയിട്ടുണ്ടല്ലോ 77 നിന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. സഖാവ് ഇങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ അബദ്ധത്തിലാവുമെന്ന് ചാനൽ അവതാരകം പറയുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതും ഓർത്തെടുക്കും. RSSന്റെ വോട്ട് വാങ്ങിയത് ഓർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നത് മറക്കാൻ ശ്രമിക്കുന്നു. കൃത്യമായ സന്ദേശമാണ് CPM പാർട്ടി സെക്രട്ടറിയും കേരള മുഖ്യമന്ത്രിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദേശം നല്ല വൃത്തിക്ക് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 1ാം ഘട്ടവും 2ാം ഘട്ടവും നടക്കുന്ന കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷനിലും ആളുകൾക്ക് അത് മനസ്സിലാവും. ആളുകൾ പത്രം വായിക്കുന്നവരാണ്. പിണറായി കണ്ണടച്ചാൽ പിണറായിക്ക് ഇരുട്ടാവും, നാട്ടുകാർക്ക് ഇരുട്ടാവില്ല. Debate with Smriti Parithikar.